മഹാരാജാവിൻ്റെ മുഖത്തെ പുഞ്ചിരിയാർന്ന ഭാവം കണ്ട് ഇത് മഹാരാജാവ് ആഗ്രഹിക്കുന്ന സമസ്യാപൂരണമാണോ എന്ന് ആകാംക്ഷയോടെ സദസ്യർ മുന്നോട്ടാഞ്ഞിരുന്നു. സഭയ്ക്ക് അങ്ങയെ പരിചയപ്പെടുത്താം. അങ്ങ് ഉജ്ജയിനിയിൽ അപരിചിതനാണ്, വിക്രമാദിത്യൻ പറഞ്ഞു. മാളവാധിപതി ശകാരി മഹേന്ദ്രാദിത്യപുത്രൻ വിക്രമാദിത്യ മഹാരാജന് പ്രണാമം. കാളിദാസൻ വിക്രമാദിത്യനെ പ്രണമിച്ച ശേഷം തുടർന്നു. ഞാൻ കാളിദാസൻ. ഞാൻ ഉജ്ജയിനിയിൽ എത്തുന്നത് ആദ്യമായിട്ടാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞാൻ ഉജ്ജയിനിയിൽ മാത്രമല്ല മാളവമെങ്ങും അലയുകയായിരുന്നു. ഇന്നലെ മഹാകാലേശ്വരൻ്റെ സന്നിധിയിൽ വെച്ചാണ് രാജവിളംബരം കേട്ടത്. അങ്ങ് വിദ്വത്സഹസ്രങ്ങളുടെ മുന്നിൽ വച്ചിരിക്കുന്ന സമസ്യ എന്താണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് തോന്നി. ഒരു ശ്ലോകം മനസ്സിൽ രൂപപ്പെടുകയും ചെയ്തു. അതുകൊണ്ടാണ് പ്രൗഢിയുടെയും ജ്ഞാനത്തിൻ്റെയും ഈ തിരുവരങ്ങിലേക്ക് എത്തിയത്. കാളിദാസൻ്റെ വാക്കുകൾ കേട്ട് വിക്രമാദിത്യൻ അറിയാതെ കൈയടിച്ചു. അത് പ്രതിധ്വനി പോലെ സഭയിലെങ്ങും പടരുകയും ഹർഷാരവമായി ശകന്മാരെ ആട്ടിപ്പായിച്ച് ഉജ്ജയിനിയിൽ അധികാരം തിരിച്ചു പിടിച്ചെങ്കിലും ശകാരി എന്നൊരു വിശേഷണം മഹാരാജാവിന് ചാർത്തിക്കൊടുക്കാൻ ഇതുവരെ ആർക്കും തോന്നിയിട്ടില്ല. ധീരസാഹസികനെന്നും കാവ്യശാസ്ത്ര വിചക്ഷണനെന്നും മറ്റും പലരും പറഞ്ഞിട്ടുണ്ട്. ശകാരി എന്ന വിശേഷണം സഭയ്ക്ക് വിശേഷാൽ ബോധിച്ചു. അതോടൊപ്പം ഉജ്ജയിനിയുടെ സഭയെ വിശേഷിപ്പിച്ചിരിക്കുന്നതും തിരഞ്ഞെടുത്ത ഏറ്റവും യുക്തമായ അനുപമമെന്ന് പറയാവുന്ന വാക്കുകൾ കൊണ്ടാണ്. പ്രൗഢിയുടെയും ജ്ഞാനത്തിൻ്റെയും തിരുവരങ്ങ് എന്ന് ഉജ്ജയിനിയെ സ്നേഹിക്കുന്ന ആർക്കും കാളിദാസൻ്റെ വാക്കുകൾ കേട്ട് കരഘോഷം മുഴക്കാതിരിക്കാനായില്ല. കാളിദാസൻ്റെ വാക്കുകൾ കേട്ട് വിക്രമാദിത്യൻ്റെ മനസ്സും നിറഞ്ഞു. വിക്രമാദിത്യൻ കരമുയർത്തി നിശബ്ദതയ്ക്കായി നിർദ്ദേശിച്ചപ്പോൾ ഏവരും ശാന്തരായി. അങ്ങയെ അവന്തി മഹാരാജ്യത്തിൻ്റെ ഈ വിദ്വത് സഭയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ പ്രഖ്യാപിച്ച സമസ്യ എന്തെന്ന് മനസ്സിലാക്കി മനോഹരമായ ഒരു ശ്ലോകം അവതരിപ്പിക്കുന്നതായാൽ അങ്ങയ്ക്ക് 1000 വരാഹൻ പാരിതോഷികത്തോടൊപ്പം ഈ സഭയിൽ വിശേഷാൽ അംഗത്വവും ലഭിക്കുന്നതാണ്. വിക്രമാദിത്യൻ കാളിദാസനെ സഭയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് പറഞ്ഞു. മഹാരാജൻ, ഞാൻ ആ സേതു ഹിമാചലം യാത്ര ചെയ്യുമ്പോഴും ഉജ്ജയിനിയായിരുന്നു എൻ്റെ ലക്ഷ്യം. ഉജ്ജയിനിയുടെ കീർത്തി എവിടെയും വ്യാപിച്ചിരിക്കുന്നു. ഇവിടെ ഗുരുകുലത്തിൽ ആചാര്യനായെങ്കിലും കഴിയാൻ സാധിക്കണമെന്ന ആഗ്രഹമാണ് ഉണ്ടായിരുന്നത്. കീർത്തി കേട്ട ഉജ്ജയിനിയിലെ സഭ എനിക്ക് അർഹിക്കുന്നതാണോ എന്നറിയില്ല. എങ്കിലും ഇടം തന്നാൽ അത് ഞാനൊരു മഹാഭാഗ്യമായി കരുതും. പക്ഷേ എൻ്റെ ശ്ലോകം അങ്ങ് പ്രതീക്ഷിക്കുന്നത് പോലെയാകുമോ എന്നെനിക്കറിയില്ല. എൻ്റെ യുക്തിയിൽ തോന്നിയത് ഞാൻ തയ്യാറാക്കി എന്ന് മാത്രം. മഹാരാജൻ, ഞാൻ ശ്ലോകം അവതരിപ്പിക്കാൻ പോവുകയാണ്. ഉദ്ഘോഷകന് യുക്തമായ നിർദ്ദേശം കൊടുത്താലും. പെട്ടെന്ന് അമരസിംഹൻ ഇടപെട്ടു. അങ്ങ് ശ്ലോകം ചൊല്ലിക്കോളൂ, അത് ഉദ്ഘോഷകൻ എന്തു വേണം? അമരസിംഹ, മഹാരാജാവ് തടഞ്ഞു. ഉദ്ഘോഷകന് എന്തെങ്കിലും നിർദ്ദേശം നൽകാനുണ്ടെങ്കിൽ അത് അദ്ദേഹം സ്വയം നൽകാൻ അനുവാദം നൽകിയിരിക്കുന്നു. ആദ്യമായി നമ്മുടെ സഭയിൽ വന്ന അദ്ദേഹത്തിന് അതിഥിയുടെ സ്വാതന്ത്ര്യം നൽകുന്നു. വിക്രമാദിത്യൻ പുഞ്ചിരിയോടുകൂടി പറഞ്ഞു. കാളിദാസന് അദ്ദേഹത്തിൻ്റെ മുഖഭാവം മനസ്സിലാക്കാൻ പ്രയാസമുണ്ടായില്ല. താൻ സംഗതി കണ്ടുപിടിച്ചല്ലോ എന്ന ഭാവം മഹാരാജാവിൻ്റെ മുഖത്ത് വ്യക്തമാണ്. കാളിദാസൻ ഉദ്ഘോഷകനെ നോക്കി. ഇന്നലെ വിളംബരം പുറപ്പെടുവിച്ച ആളു തന്നെയാണ്. വിശേഷിച്ച് ഒരു നിർദ്ദേശം കൊടുക്കേണ്ട കാര്യമില്ലെന്നു തോന്നുന്നു. ഉദ്ഘോഷക. കാളിദാസൻ ഉദ്ഘോഷകനെ നോക്കി വിളിച്ചു. ഉദ്ഘോഷകൻ എല്ലാം മനസ്സിലായി എന്ന ഭാവത്തോടെ കാളിദാസനെ തലകുനിച്ചു വണങ്ങി. വിക്രമാദിത്യനൊഴികെ അവിടെ സന്നിഹിതരായിരുന്ന ഏവർക്കും ആശ്ചര്യം വർദ്ധിച്ചു. ഈ ഉദ്ഘോഷകന് ഇതിലെന്ത് പങ്ക്? ഉജ്ജയിനിയിലെ രാജ്യസദസ്സിൽ അവതരിക്കപ്പെടുന്ന ശ്ലോകവുമായി രാജവിളംബരങ്ങൾക്കകമ്പടിയായി പെരുമ്പറമുഴക്കുന്ന ഉദ്ഘോഷകന് എന്തു ബന്ധം? എല്ലാവരുടെയും ആകാംക്ഷയ്ക്ക് വിരാമമിടാനെന്ന പോലെ കാളിദാസൻ പറഞ്ഞു. മഹാരാജൻ, രഘുകുലമണി ശ്രീരാമചന്ദ്രൻ്റെ അഭിഷേകം നടത്താൻ ദശരഥ മഹാരാജൻ തീരുമാനിച്ചു. പ്രഭാതമായപ്പോഴേക്കും അഭിഷേകത്തിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായി. മഹാറാണി കൈകേയി ദശരഥ മഹാരാജാവിനോട് ശ്രീരാമന് വനവാസവും ഭരതന് രാജ്യവുമെന്ന വരം നേടിയതും അതുകൊണ്ട് അഭിഷേകം മുടങ്ങിയതും സേവകവൃന്ദം അറിഞ്ഞിരുന്നില്ല.
അഭിഷേകജലം കൊണ്ടുവരാൻ ഒരു സേവിക പോയി കഴിഞ്ഞു. പക്ഷേ ജലവുമായി വന്ന ദാസിയുടെ കയ്യിൽ നിന്നും നിറകുടം ദുശകുനം പോലെ താഴെ വീണുപോയി. താഴെ വീണ കുടം സോപാനത്തിൻ്റെ പടികളിലൂടെ ഉരുണ്ട് താഴെയെത്തി നിന്നു. രാജാഭിഷേകേ ജലമാഹരത്യ ഹസ്ത്യാച്യുതോ ഹേമഘടോ യുവത്വ സോപാനമാർഗേണ കരോതി ശബ്ദം എന്നു ചൊല്ലിക്കൊണ്ട് കാളിദാസൻ ഉദ്ഘോഷകൻ്റെ നേരെ നോക്കി. വിദഗ്ധമായ ഉദ്ഘോഷകൻ ഒട്ടും ശ്രുതിഭംഗം വരുത്താതെ പെരുമ്പറ മുഴക്കി. ടം ടം ടടം ടം ടടടം ടടം ട. പൂർണ്ണത പരിഹരിക്കാൻ എന്തോ കൂടി ആവശ്യമുണ്ടെന്ന് വിക്രമാദിത്യന് തോന്നിയിരിക്കണം. ഒരിക്കൽ കൂടി എന്ന് നിർദ്ദേശിച്ചു. ആ നിർദ്ദേശപ്രകാരം ശ്ലോകം ചൊല്ലുന്നതിന് മുമ്പ് കാളിദാസൻ മറ്റ് വാദ്യക്കാരെയും നോക്കി കാളിദാസൻ ചൊല്ലി. രാമാഭിഷേകേ ജലമാഹരത്യ ഹസ്ത്യാച്യുതോ ഹേമഘടോ യുവത്വ സോപാനമാർഗേണ കരോതി ശബ്ദം ഡം ഡം ടടം ഡം ടടടം ടടം ഡ. മറ്റു വാദ്യക്കാർക്കും കാളിദാസൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായി കാണണം. ഉദ്ഘോഷകൻ്റെ പെരുമ്പറയ്ക്കൊപ്പം അവരുടെ വാദ്യങ്ങളും മുഴങ്ങിയപ്പോൾ ആ ശ്ലോകത്തിന് പൂർണ്ണത കൈവന്നു. വിദഗ്ധമായി വാദ്യഘോഷങ്ങൾ ഒത്തുചേർന്നപ്പോൾ എവിടെയോ കുടം വീണുരുണ്ട് ശബ്ദമുയർത്തുന്നുവെന്ന് സദസ്യർക്ക് തോന്നിപ്പോയി. സമസ്യ തീർത്തും പൂർണ്ണതയോടെ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു. നീണ്ട കരഘോഷം സഭാതലത്തിൽ മുഖരിതമായി. ഉജ്ജയിനിയുടെ രാജസഭയിലേക്ക് കാളിദാസനെന്ന പ്രതിഭയ്ക്ക് സ്വാഗതം. വിക്രമാദിത്യൻ എഴുന്നേറ്റ് നിന്ന് കാളിദാസന് രാജസഭയിലേക്ക് സ്വാഗതമേകി. വാദ്യഘോഷങ്ങൾ മുഴങ്ങി. രാജസേവകൻ മുന്നോട്ട് വന്ന് കാളിദാസന് വഴികാട്ടി. ഇതിനകം പുതിയ ഇരിപ്പിടം എത്തിക്കഴിഞ്ഞു. മഹാരാജാവും മന്ത്രിയും ഇരു കൈകളും പിടിച്ച് കാളിദാസനെ ഇരിപ്പിടത്തിൽ ഇരുത്തി. സഭയിലുണ്ടായിരുന്ന ചിലരുടെ പുരികങ്ങൾ വളയുകയും നെറ്റി ചുളിയുന്നതും കാളിദാസൻ്റെ ദൃഷ്ടിയിൽപ്പെടാതിരുന്നില്ല. തങ്ങളെയെല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ടെന്ന പോലെ മഹാരാജാവിൻ്റെ പ്രീതിക്ക് പാത്രമായ തന്നോട് അല്പം അസൂയ അവരുടെ മനസ്സിൽ അങ്കുരിക്കുന്നുണ്ടോ എന്നു സംശയം. മഹാരാജാവിൻ്റെ നിർദ്ദേശപ്രകാരം കാളിദാസൻ സ്വന്തം കഥ പറഞ്ഞു. മാളവത്തിലെ ഏതോ ഭാഗത്തുള്ള ആശ്രമ പരിസരത്ത് ജീവിച്ചതും കൊടും വരൾച്ചയിൽ കത്തിയെരിഞ്ഞ വനത്തിൽ നിന്നും രക്ഷപ്പെട്ട് ക്ഷിപ്രാ നദിയിലൂടെയും ചർമ്മണവതിയിലൂടെയും ഒഴുകി ചമ്പയെന്ന ഗ്രാമത്തിലെത്തിയതും അവിടെ നിന്നുള്ള യാത്രകളും സംക്ഷിപ്തമായി വിവരിച്ചു. മഹാരാജൻ, എൻ്റെ മാതാപിതാക്കളെ തേടി ഞാൻ മാളവം മുഴുവൻ അലഞ്ഞു. അവർ വനാഗ്നിയിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ടാകുമോ എന്ന ഒരു ചെറിയ ആശ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ കണ്ടെത്താനായില്ല. കാളിദാസ, അങ്ങനെ എങ്ങും പോകണ്ട. മാളവത്തിന് തിരിച്ചു കിട്ടിയ പ്രജയാണങ്ങ്. അങ്ങയെ ഉജ്ജയിനിക്ക് ആവശ്യമുണ്ട്. അങ്ങയുടെ മാതാപിതാക്കളെ ഇനിയും അന്വേഷിക്കാം.